ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ കണ്ണൂരിലുള്ള ഹോട്ടൽ ഒണ്ടേൻ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അത് ഒണ്ടേൻ ഹോട്ടലിലേക്ക് പോകണം. ശരിക്കും ഒണ്ടേനല്ല, ഒതേൻസ് ആണ്. ഒതേൻ എന്നുള്ള പേര് ഷോർട്ടായിട്ട് ഒതേൻസ് എന്നാക്കിയതാണ്. അപ്പോൾ ഉച്ചാരണത്തിൽ ഒണ്ടേൻ റോഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഈ കാണുന്ന വഴിക്കൂടെ നമ്മൾ പോകാം, പടിഞ്ഞാറ് ഭാഗത്ത്. അങ്ങനെ കുറച്ച് ദൂരം ഒരു 1-2 മിനിറ്റ് നമ്മൾ ഒരു വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഫിഷ് ഐറ്റംസാണ്. ചോറ് നല്ല ഒന്നൊന്നര ചോറ് കറികളെല്ലാം തന്നെയാണ്. പക്ഷേ അവിടെ ആളുകൾ പോകുന്നത് അവിടെ മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മത്സ്യം ആദ്യം അവർ മസാല ചേരുവ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചേരുവയാണ്. മറ്റൊരു ഹോട്ടലിൽ നിന്നും കിട്ടാത്തൊരു രുചിയാണ് നമുക്കവിടെ കിട്ടും. അതുകൊണ്ട് നമ്മളിന്ന് അവിടത്തേക്ക് പോകുന്നു. അപ്പോൾ കാണാൻ പോകുന്ന ദൂരം പറയേണ്ട ആവശ്യമില്ല. അവിടത്തേക്ക് എത്തേറായി. നിങ്ങളും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോയാൽ മതി. അപ്പോൾ ഒരു 1/2 കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി. ഈ കാണുന്നത് ലൊക്കേഷൻ. ഇതാണ് ഹോട്ടൽ ഒതേൻസ്. ഒണ്ടേൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒണ്ടേൻ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ അത് അവിടെ നിങ്ങൾ വണ്ടിക്കാർ ടാക്സിക്കാരെല്ലാം കൊണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പുറത്തൊന്നും അങ്ങനെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇത്രയും വലിയ ഹോട്ടലിലാകുമ്പോൾ നമ്മൾ വലിയ തിരക്കാണെന്ന് പറഞ്ഞു കേട്ടത്. പക്ഷേ നമ്മൾ എന്നാൽ മെല്ലെ അകത്തേക്ക് ഇറങ്ങി നോക്കാം. ഇപ്പം നമ്മൾ 1 മണിയാകാറായി. നമ്മൾ അങ്ങനെ ഹോട്ടലിനകത്തേക്ക് പ്രവേശിച്ചു. മുഴുവൻ ടേബിൾ ഫുള്ളായിരുന്നു. ഇത് നമ്മൾ അധികം അവിടെ നിൽക്കേണ്ടിയൊന്നും വരില്ല. ടേബിൾ ഒഴിഞ്ഞൊഴിഞ്ഞ് ആളുകളിങ്ങനെ എഴുന്നേക്ക് കണക്കോര് നമുക്ക് അവിടെ ഇരിക്കും. ഇനി ഇവിടെ സപ്ലയർമാർ പ്രശംസ എന്നാ പറയുന്നത്. ആളുകൾ കഴിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇത്ര തിരക്കിലൊക്കെ അവർ കൈകാര്യം ചെയ്യുന്ന രീതി. അവർ ഈ ചോറെടുത്ത് വരുന്ന നേരെ ആളുകൾ ദേഹത്ത് ഇടാൻ വേണ്ടി തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിച്ചിട്ടാണ് കൊടുത്തത്. കേട്ടോ, തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിച്ചിട്ടാണ് കൊടുത്തത്. പിന്നെ ഫിഷ് ഐറ്റംസ് ഒരുപാട് ആൾക്കാർ ഇതുപോലെ വലിയ ട്രയൽ എടുത്തുകൊണ്ട് അപ്പം മതിവരോളം കഴിക്കുക. എത്ര കഴിച്ചില്ല ഒരിക്കൽ പോയവർ വീണ്ടും ഇവിടത്തേക്ക് പോകുന്നത് ആ ഫിഷിൻ്റെ സ്വാദാണ്. പിന്നെ റേറ്റും കുറച്ച് അതിന് കൃത്യമായ കൂടുതലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് ആ റേറ്റിനാണ് കയ്യിൽ ഗുണനിലവാരമാണ്. പിന്നെ നല്ല കാറ്റും വെളിച്ചും വിശാലമായ ഹാളാണ്. നല്ല സമാധാനം ചെയ്ത് കഴിക്കും. നമ്മൾ തിരക്കുണ്ടെന്ന് വെച്ചാൽ നമ്മൾ തിരക്കായിട്ട് കഴിക്കില്ല. അതിനിടയ്ക്കായി സീറ്റ് ഒഴിയുമ്പോൾ ആളുകൾ വരും. അങ്ങനെ ഒരു 3 മണി വരെ സപ്ലൈ ഉണ്ട്. ഇവരുടെ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ രാവിലത്തെ ഐറ്റംസാണ്. അവിടെ ചോറല്ല, അവിടെ രാവിലത്തെ മറ്റ് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഫിഷ് ഐറ്റംസും ചോറ് വെളുമ്പ് ചെമ്മീൻ ഫ്രൈയിൽ കോഴിയിൽ ഇറക്കിയിൽ വിദേശികളൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു വിദേശികളാണ്. അവർ ഫിഷ് ഐറ്റംസിന് സ്പൂൺ കൊണ്ട് കോരിയിട്ടാണ് അവർ കഴിക്കുന്നത്. നമ്മളറിയില്ല, നമ്മൾ കൈ കൊണ്ടല്ലേ കഴിക്കും. അവരെന്തായാലും എവിടെ പോലെ അവർ ആ സ്റ്റാൻഡേർഡ് കൊടുക്കുക കേട്ടോ. മത്സ്യം വാങ്ങിച്ച് സ്പൂൺ കണ്ടോ, ഇലയിൽ പോയി അവർ സ്പൂൺ കൊണ്ട് കഴിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ണൂരെത്തുകയാണെങ്കിൽ ഒരു ദിവസം ഇവിടുത്തെ ടേസ്റ്റ് അറിയണം. ഞാനിത് വാങ്ങിയത് ചെമ്മീനാണ്. പിന്നെ മറ്റൊരു മത്സ്യമാണ് ഞാൻ വാങ്ങി. മതിയായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് കഴിച്ചിട്ടുണ്ടാത്ത അളവിൽ സ്വാദനമുണ്ട്. അതിങ്ങനെ ഗുണനിലവാരമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പായസം പണിതെനിക്ക് പായസമുണ്ട്, അത് പറയാൻ പറ്റും. പായസമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വിദേശികളെ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.